ഹലോ അസ്സാം വലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നിങ്ങളെല്ലാവരും തമ്മിലും കണ്ടാൽ നിങ്ങൾക്കറിയാം എവിടെയാണ് എത്തിയിട്ടുള്ളതെന്ന് അല്ലേ. അപ്പോൾ നമ്മളിതാ എത്തിയിട്ടുണ്ട്. നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. നമ്മളിതാ ടിക്കറ്റൊക്കെ എടുക്കണം. അതിന് വേണ്ടിയിട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ചുണ്ട് നടക്കാനുണ്ട് കേട്ടോ. ഇപ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാളും 10 രൂപ കൂടിയിട്ടുണ്ട് ടിക്കറ്റിന്. അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തു. ഇനി നമുക്ക് ഉള്ളിലോട്ട് കയറണം. ഇതാണ് ഫസ്റ്റ് എൻട്രി കേട്ടോ. അവിടെ സാധാരണ എല്ലാ വർഷവും ബെഡ്ഷീറ്റ് കാര്യങ്ങൾ അങ്ങനത്തെ ഒക്കെ തന്നെയാണ് തുടക്കത്തിൽ ഉണ്ടാവാറ്. അതുപോലൊക്കെ തന്നെയാണ്. പിന്നെ ഇതാ നമ്മുടെ സോഫ സെറ്റ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അത്യാവശ്യം ഒരുപാട് എന്താ പറയുക, എല്ലാ ഐറ്റംസും അവിടെ ഉണ്ടാവും. പിന്നെ ചെറിയ ചെറിയ ഷോപ്പിംഗ് ഒക്കെ കേട്ടോ നടത്തി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ റേറ്റ് കൂടുതലാണ്. അത് പലപ്പോഴും നമുക്ക് പോയിട്ടുള്ളവർക്കൊക്കെ അറിയാം. നമ്മൾ ഉദ്ദേശിക്കുന്ന ചെറിയ സംഭവങ്ങൾക്കും വലിയ റേറ്റാണ് വരുന്നത്, ചെറിയ ചെറിയ സാധനങ്ങൾക്കൊക്കെ കേട്ടോ. പക്ഷെ നല്ല കാണാൻ ഇഷ്ടമുള്ളവർക്ക് ഈ ഷോപ്പിങ്ങും കാര്യങ്ങളൊന്നും ചെയ്തില്ലെങ്കിലും എല്ലാം കാണാൻ ഇഷ്ടമുള്ള കുറച്ച് ആളുകളൊക്കെ ഉണ്ടാവും. ഇത് നമ്മുടെ മിഠായി അങ്ങനത്തെ ഐറ്റംസൊക്കെയാണ്. നമ്മൾ അധികമൊന്നും ഇതിൽ നിന്ന് വാങ്ങിച്ചിട്ടില്ല കേട്ടോ. നമ്മൾ ജസ്റ്റൊക്കെ ഒന്ന് പോയി ഒക്കെ ഒന്ന് കാണാം. നമ്മൾ അന്ന് തൃശ്ശൂർ പോയ അന്ന് തന്നെയാണ് ഇവിടെയും പോയിട്ടുണ്ടായിരുന്നത്. സൂ അടച്ചപ്പോൾ നേരെ ഇവിടേക്കാണ് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഡ്രസ്സൊക്കെ വലിയ ക്വാളിറ്റിയും കാര്യങ്ങളൊന്നുമല്ല, പക്ഷെ എന്നാലും റേറ്റൊക്കെ ഉണ്ട്. കാണാനൊരു രസം, നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമുള്ളവർക്കൊക്കെ കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഷൂട്ട് ചെയ്തത്. പിന്നെ കുട്ടികളെ സെക്ഷൻ കാണുമ്പോൾ അവർക്ക് ആവശ്യങ്ങളുണ്ടാവും. എല്ലാവർക്കും ഓരോ 5 കുട്ടികളായിട്ടാണല്ലോ നമ്മൾ പോയിട്ടുള്ളത്. എല്ലാവർക്കും ഓരോ സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ വാങ്ങിച്ചു കൊടുത്തു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ ഒരു വൈറ്റ് സെക്ഷനാണ് കേട്ടോ. പിന്നെ നമ്മളിവിടെ ജ്യൂസ് കുടിക്കാൻ വേണ്ടി കയറിയതാണ്, കുടിച്ചില്ല. ഞാൻ ഉദ്ദേശിച്ച കുലുക്കി സർബത്ത് അവിടെ ഉണ്ടായിരുന്നില്ല. നെറ്റിപ്പട്ടം അങ്ങനത്തെ ഐറ്റംസൊക്കെയാണ് ഈ ഒരു സെക്ഷനിലുള്ളത്. പല സൈസിലും ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ അസക്കുട്ടി ഒരു ബുക്ക് വാങ്ങിച്ചു. അസക്കുട്ടി വാങ്ങിച്ച ബുക്ക് ABC ആണ്. എവിടെ പോയി കഴിഞ്ഞാലും ആൾ വാങ്ങിക്കിയ ബുക്സാണ്. ഒന്നുമല്ല എന്തെങ്കിലും ചിത്രം വരയ്ക്കണതായിരിക്കും. ഈ പ്രാവശ്യം എടുത്തത് ABCD എഴുതണ ഒരു ബുക്കാണ് കേട്ടോ. എടുത്തപ്പോൾ പിന്നെ അനുവിന് എടുക്കണം എത്രയും പെട്ടെന്ന്, പിന്നെ വൈകാൻ പറ്റില്ല. അങ്ങനെ അനുവിന് എടുക്കാൻ വേണ്ടിയിട്ട് സഹായിച്ചു കൊടുക്കുന്നത് അപ്പാച്ചും അച്ചുമാണ് കേട്ടോ. അത് സംഭവം എന്താ വെച്ചാൽ അവർക്ക് ഇഷ്ടപ്പെട്ടത് അനുവിനെ കൊണ്ട് എടുപ്പിച്ചു. യോയോ എന്ന് പറയുന്ന ഒരു സംഭവമാണ് അവൾ എടുത്തിട്ടുള്ളത്. അതെന്താണെന്ന് അവൾക്ക് അറിയൊന്നുമില്ല. അവളെ തുള്ളിച്ചാറിന് കണ്ട് അവൾക്ക് എല്ലാം അറിയുമെന്ന് വിചാരിക്കും. വീട്ടിൽ വന്നിട്ട് ഇക്കാര് പഠിപ്പിച്ചു കൊടുത്തതാണ്. അങ്ങനെ നമ്മുടെ അൻഫാസ്മോ വാങ്ങിച്ചത് അവിടെ കംപ്ലൈൻ്റ് ആയി. അതിന് പേര് എനിക്കറിയില്ല. അങ്ങനെ അത് നമ്മൾ തിരിച്ച് റിട്ടേൺ കൊടുത്തു, വേറെ വാങ്ങിച്ചു. അസ്മോൾ പോപ്കോണൊക്കെ കഴിച്ചു. അതിൻ്റെ ഇടയിൽ എന്താ പുതിയത് വാങ്ങിച്ചു. അങ്ങനെ നമ്മൾ ഒരു ജ്യൂസ് കുടിച്ചു. അതിൻ്റെ ഇടയിൽ കുട്ടികൾ ഐസ്ക്രീം കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാനത് വിട്ടുപോയത്, എനിക്ക് എവിടെയെന്നത് അറിയില്ല. അപ്പോൾ അവിടുന്ന് കുട്ടികളൊക്കെ ഐസ്ക്രീം കഴിച്ചു, ഞങ്ങൾ വെള്ളം കുടിച്ചു. പിന്നെയും ഡ്രസ്സിൻ്റെ സെക്ഷൻ തന്നെയാണ് കൂടുതലും. എനിക്ക് തോന്നുന്നു ഡ്രസ്സ്, വളമാല അങ്ങനത്തെ ഐറ്റംസാണ്. ഇവിടെ പിന്നെ ഒരു ഫിഷിൻ്റെ ആണ് കേട്ടോ. അപ്പോൾ അതും കയറി കണ്ടു ഞങ്ങൾ. എക്കോറിയം ശരിക്കും സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു സംഭവം ഉണ്ടായി. ഷോർട്ട് വീഡിയോ ഒക്കെ ഉള്ള ഒരു വീഡിയോ പോലെയാണ് എടുത്തത്. അതുകൊണ്ട് എനിക്കത് ഇതിലിടാൻ പറ്റില്ല. നല്ല ഭംഗിയുണ്ടായിരുന്നു സ്റ്റാർട്ടിങ്ങിൽ തന്നെ. അത്യാവശ്യം എന്താ പറയുക, നമ്മുടെ നല്ല വലിയ മീനുകളൊക്കെ ഉണ്ടായിരുന്നു. കുട്ടികൾക്കൊക്കെ ഇങ്ങനെ താഴത്ത് നിന്ന് മേലേക്ക് നോക്കുമ്പോൾ അത് രസം തന്നെ. ഞങ്ങളിവിടെ ഇടയ്ക്കയിലുള്ള പഞ്ചവടി അവിടെയുള്ള അക്വേറിയം പോയി കണ്ടിട്ടുള്ളവരാണ് കേട്ടോ. അവിടെയും പോയിട്ടുണ്ട്. പിന്നെ സാധാരണ പോലെ പാർക്ക് കാര്യങ്ങൾ ഇവിടെ ഒന്നും നമ്മൾ കയറിയില്ല, എപ്പോഴും കയറണ തന്നെ. പിന്നെ നല്ല ബജ്ജിയൊക്കെ പൊരിച്ചിട്ടുണ്ടായിരുന്നു.
നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അതൊന്നും ഞാൻ എടുത്തിട്ടില്ല. പിന്നെ ഇവിടെ കുറച്ച് കളികളായിരുന്നു. അപ്പോൾ ഇവിടെ ഈ സൈഡിലുള്ള ഒരു 2-3 കളികളൊക്കെ ഞങ്ങൾ കളിച്ചു അവിടുന്ന്. ഇത് ബോൾ എറിഞ്ഞ് 18 പോയിൻ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഗിഫ്റ്റ്, അത്രയും പോയിൻറ്റിനനുസരിച്ചുള്ള ഗിഫ്റ്റ് കിട്ടണതാണ്. 18 പോയിൻറ്റിൻ്റെ മേലെ വേണം. പിന്നെ നമ്മുടെ ക്രിക്കറ്റ് ബോളില്ലേ, അങ്ങനത്തെ ഒരു റബ്ബർ ബോൾ, അതെറിഞ്ഞിട്ട് ഗ്ലാസ് തകർക്കണുണ്ടായിരുന്നു. അപ്പോൾ അതും ഞങ്ങൾ കളിച്ചു. പക്ഷെ അതിൽ ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല എവിടെ കളിച്ചിട്ടും. ഇത് 18 പോയിൻ്റ് ആവേണ്ടടുത്ത് 15 പോയിൻ്റ് കിട്ടി നമുക്ക്. 15-16 പോയിൻ്റ് കിട്ടി. അങ്ങനെ നമ്മളൊക്കെ അവസാനിച്ചു. ഇറങ്ങുന്ന ഒരു ഭാഗമുണ്ട്. പക്ഷേ സത്യത്തിൽ ഒരുപാട് നടക്കാനുണ്ട്. നമുക്ക് അത്യാവശ്യം ഈ സ്റ്റാർട്ടിങ് മുതൽ എൻ്റെ വരെ നടന്ന് നമ്മൾ അവശ്യ നിലയിലായിട്ടുണ്ടായിരുന്നു. പിന്നെ വീഡിയോ എടുക്കാനുള്ള മൂഡൊക്കെ പോയി. അങ്ങനെ നമ്മൾ അവിടെ ഒരു ഹാള് കണ്ടപ്പോൾ അവിടെ റെസ്റ്റ് ചെയ്യണം. അതിൻ്റെ ഇടയിലുള്ള ഭാഗങ്ങളൊന്നും നമ്മൾ വീഡിയോ എടുത്തിട്ടില്ല. തളർന്നു പോയി. നമ്മളിടയിൽ കഴിക്കുകയും കുടിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത്യാവശ്യം നടക്കാനുള്ളത് കൊണ്ട് അതൊരുപാടുണ്ട്. എനിക്ക് തോന്നുന്നു സാധാരണത്തിനേക്കാളും കൂടുതൽ ഇപ്രാവശ്യം ഉണ്ടായിരുന്നു. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഒരു സംഭവമാണ് കേട്ടോ. അതൊരു എന്താ പറയുക, നല്ല രസമായിരുന്നു. അവിടെ ഒരുപാട് ഗെയിമും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ ഒരു ആക്സിഡൻറ്റിൻ്റെ ഇതൊരു പോലീസിൻ്റെ ഒക്കെ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. കേരള പോലീസ് എന്ന് പറഞ്ഞിട്ട് അവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളൊക്കെ എല്ലാം അവസാനിച്ചു. നമ്മളിതാ പുറത്തൊക്കെ എത്തി. ഇനി നമുക്ക് തിരിച്ച് നമ്മളെ വീട്ടിലേക്ക് പോവാം. ഇനി വേറെ എവിടേക്കും പോകുന്നില്ല. കാരണം മദ്രസ ഉണ്ട് 7 മണിക്ക്. അപ്പോഴേക്കും നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് എത്തണം എന്നുള്ളൊരു വിചാരിച്ചിട്ടായിരുന്നു. പക്ഷെ നമ്മൾ ചായ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു, ബ്ലാക്ക് ടീ. പിന്നെ സോനയിൽ നിന്ന് പോകുമ്പോൾ കോഴിയടയും മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ സ്നാക്സൊക്കെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് കഴിച്ച കാരണം നമുക്ക് അങ്ങനെ വിശക്കണമൊന്നുമില്ല. അപ്പോൾ ചായ കുടിക്കാൻ എവിടെയെങ്കിലും കയറണം എന്ന് വിചാരിച്ചപ്പോൾ നമ്മൾ നെഹ്റു പാർക്കാണ് കേട്ടോ എടുത്തത്. അപ്പോൾ അവിടുന്ന് പോകുന്നത് നേരെ നെഹ്റു പാർക്ക്. അതിൻ്റെ ബാക്കിൽ തന്നെയാണ് നെഹ്റു പാർക്ക് ഉള്ളത്. അങ്ങനെ അവിടെ പോയി ഞങ്ങളൊക്കെ ചായ കുടിച്ചു. അസക്കുട്ടി ഒരു ഐസ്ക്രീം കഴിച്ചു. അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്നിട്ടൊന്ന് കളിച്ചു. നമുക്ക് സമയമുണ്ടായിരുന്നു. 7 മണിക്കാണ് മദ്രസ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിന് മുന്നൊക്കെ ആയിട്ട് വീട്ടിലേക്ക് എത്താനുള്ള ടൈം അത്യാവശ്യമുള്ളത് കൊണ്ട് നമ്മളവിടെ അത്യാവശ്യം കറങ്ങി. അധികം നേരമൊന്നും നെഹ്റു പാർക്കിൽ ഇരുന്നില്ല. നമ്മൾ തിരിച്ച് ചായ കുടിച്ചു, കുറച്ച് നേരം കളിച്ചു, അവിടുന്ന് ഇറങ്ങി. അവിടുന്നും അവസാനിച്ചു. അങ്ങനെ ഇതാ നമ്മുടെ വണ്ടിക്ക് വേണ്ടിയിട്ട് നമ്മൾ പോവുകയാണ് കേട്ടോ. നമ്മുടെ വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പോൾ എല്ലാവരോടും ബായ്. എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക.